ആഗോള ശ്രദ്ധയാകർഷിച്ച ന്യൂയോർക്ക് മേയർ തെരഞ്ഞെടുപ്പിൽ ഇന്ന് വിധി ദിനം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച ഇന്ത്യൻ വംശജനായ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി സഹ്റാൻ മംദാനിയാണ് അഭിപ്രായ സർവേകളിൽ മുന്നിൽ. ലൈംഗികാതിക്രമ കേസിൽ ഉൾപ്പെട്ട ന്യൂയോർക്ക് മുൻ ഗവർണർ ആൻഡ്രൂ കോമോ, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കർട്ടിസ് സ്ലീവ എന്നിവരാണ് മംദാനിയുടെ എതിരാളികൾ. ഡെമോക്രാറ്റിക് പാർട്ടി അംഗമായ കോമോ സ്വതന്ത്രനായാണ് മത്സരിക്കുന്നത്. ന്യൂയോർക്കിൽ നിന്ന് വിവരങ്ങളുമായി സജിമോൻ ആന്റണി ചേരുന്നുണ്ട്. ശ്രീ സജിമോൻ ആന്റണി, എന്തായാലും മംദാനിയാണ് അഭിപ്രായ സർവേകളിൽ അടക്കം മുന്നിൽ നിൽക്കുന്നത് എന്ന് പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും ഇതൊരു ഹ്യൂജ് ബ്രേക്കിംഗ് ന്യൂസ് ആണ് അമേരിക്കയിൽ നിന്നും. റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് ആയ അമേരിക്കയുടെ പ്രസിഡന്റാണ്, പക്ഷെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രതിദാനം ചെയ്യുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ലീഡറെ ആൻഡ്രൂ കൂമോയെ ഇപ്പോൾ എൻഡോഴ്സ് ചെയ്യുന്ന ഒരു പ്രതിനിധിയാണ് കാണുന്നത്. പെട്ടെന്ന് ഓർത്തു പോകുന്നത് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇലക്ഷന്റെ സമയത്തൊക്കെ ഇങ്ങനെ ലൈൻ ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്ത് എതിരാളികളെ തോപ്പിക്കുന്ന ഒരു പാറ്റേൺ കണ്ടിട്ടുണ്ട്. അപ്പൊ നാളെ നടക്കാൻ പോകുന്ന, അതായത് ഇപ്പോൾ ഇവിടെ രാത്രിയാണ്, നാളെ കാലത്ത് നടക്കാൻ പോകുന്ന നവംബർ 4 നടക്കുന്ന US സ്പെഷ്യൽ ഇലക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം 3-4 കാര്യങ്ങളിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, 6 US കോൺഗ്രസ് സീറ്റിലേക്കുള്ള മത്സരം നടക്കുന്നുണ്ട്. അവിടെ 3-3 എന്നുള്ളതാണ് കട്ടയ്ക്കാനുള്ള ഒരു ബാലൻസ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊരു മാറ്റം വരുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം 435 US കോൺഗ്രസ് സീറ്റ് ഉണ്ടെങ്കിൽ 219 റിപ്പബ്ലിക്കന്റെ കയ്യിലും 214 ഡെമോക്രാറ്റിന്റെ കയ്യിലുമാണ്. അപ്പൊ 5 സീറ്റിന്റെ മെജോറിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പം 6 സീറ്റിന്റെ മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ അത് ഒന്ന്. രണ്ടാമത്, അതോടൊപ്പം തന്നെ 2 ഗവർണർഷിപ്പിലേക്ക് ന്യൂജേഴ്സിയിലും വെർജീനിയയിലേക്കും നടക്കുന്നുണ്ട്. അവിടെയും കട്ടയ്ക്കുള്ള പോരാട്ടമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിലും ഉപരി ന്യൂയോർക്ക് മേയറിന്റെ ആ ഒരു ഇലക്ഷൻ എന്ന് പറയുന്നത് ട്രംപ് ബാലറ്റിലില്ല, എന്നാൽ എവിടെയും ട്രംപ് ആണ് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് 6% ലേറ്റസ്റ്റ് പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ സഹ്റാൻ മംദാനി 6% മുന്നിൽ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ട്രംപിന്റെ ഈ പാർട്ടി മാറിയുള്ള ആ ഒരു എൻഡോഴ്സ്മെന്റ് കാരണം ആ ഒരു 6% ബ്രിഡ്ജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് വിൻ ഫോർ ട്രംപ്. ഇല്ല എങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ പോളിസികളും ഡൊണാൾഡ് ട്രംപിന്റെ പേഴ്സണാലിറ്റിയും എല്ലാം അമേരിക്കൻ ജനത റിജക്ട് ചെയ്യുന്നതിന്റെ ഒരു വേർഡിക്റ്റ് ആയിരിക്കും നാളെ ന്യൂയോർക്കിൽ കാണാൻ പോകുന്നത്. ഏതായാലും ന്യൂയോർക്ക് മാത്രമല്ല, ലോകമാകമാനം വളരെ ആകാംക്ഷയോടെയാണ് ഈ ഇലക്ഷൻ നോക്കിക്കാണുന്നത്. കാരണം ഒരു സൈഡിൽ വളരെ പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് ആയ സഹ്റാൻ മംദാനിയും, അതിന് നമുക്കൊരു ഇന്ത്യൻ കണക്ഷൻ കൂടി ഉണ്ട്. സഹ്റാന്റെ അമ്മ ഒരു മലയാളിയാണ്, മീര നായരാണ്. അതേസമയം സഹ്റാന്റെ ഫാദർ, എനിക്ക് തോന്നുന്നത് മെഹ്മൂദ് മംദാനി ഫ്രം ഉഗാണ്ട. 7 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഇവിടെ ന്യൂയോർക്കിൽ വരുന്നത്. ഇപ്പൊ 34 വയസ്സുണ്ട്. അപ്പൊ 27 വർഷമാണ് അദ്ദേഹം ഇവിടെ അമേരിക്കയിൽ ന്യൂയോർക്കിൽ സ്പെൻഡ് ചെയ്തത്. അവിടെ നിന്നുള്ള വലിയൊരു കാൽവയ്പായിട്ടാണ് നമ്മൾ കാണുന്നത് ഇതിനെ. അദ്ദേഹത്തിന്റെ പോളിസികൾ, അതായത് ഇവിടെ ഇപ്പൊ രാഷ്ട്രീയ വൃത്തങ്ങളും നിരീക്ഷകരും എല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായം പറയുന്ന ഇതാണ്: ട്രംപിന്റെ ഡയഗ്നോസ്റ്റിക്കും അതോടൊപ്പം സഹ്റാൻ മംദാനിയുടെ ഇത് രണ്ടും മാച്ചിങ് ആണ്. എന്നാൽ രണ്ടുപേരും എന്താ പറയുന്നത്, അതിനുവേണ്ടി പ്രപ്പോസ് ചെയ്യുന്ന സൊല്യൂഷൻസ് രണ്ടും ടോട്ടൽ ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. ട്രംപ് ഒരു സോഷ്യലിസ്റ്റ് ആയിട്ടല്ല മംദാനിയെ കാണുന്നത്. ട്രംപ് മംദാനിയെ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ് എപ്പോഴും പറയാറുള്ളത്. എന്നാൽ അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ആണ് എന്നുള്ളതാണ് ഫാക്ട്. എന്നാൽ അപ്പൊ അതുകൊണ്ട് തന്നെ വളരെയധികം പേഴ്സണൽ ലെവലിലൂടെ ഈ ഒരു കോമ്പറ്റീഷൻ പോകുന്നുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ട്രംപ് പറയുന്നത് മംദാനിയെ ഇലക്ട് ചെയ്യുകയാണെങ്കിൽ, ന്യൂയോർക്കാർ ഇലക്ട് ചെയ്യുകയാണെങ്കിൽ ഫെഡറൽ ഗവൺമെന്റ് എല്ലാ ഫണ്ടിങ്ങും ന്യൂയോർക്കിൽ സ്റ്റോപ്പ് ചെയ്യും എന്നൊക്കെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്തുമാത്രം വസ്തുതാപരമായിട്ട് അല്ലെങ്കിൽ ദീപപരമായിട്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കി കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ചലഞ്ചുകൾ ഇപ്പോൾ അങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലത്തെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് വരെ എപ്പോഴും ട്രംപ് കൂമയെ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിനകത്താണ് ഈ ഒരു ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. ട്രംപ് പറയുന്നത് എനിക്ക് ഐ ഡോണ്ട് ലൈക്ക് കുമോ ബട്ട് ദർ ഇസ് നോ ചോയ്സ്. ന്യൂയോർക്കേഴ്സിന് വേറൊരു ചോയ്സും ഇല്ല. അതുകൊണ്ടിട്ട് പാർട്ടി മാറി കൂമയ്ക്ക് വോട്ട് ചെയ്യണം എന്നാണ് ട്രംപ് ഇപ്പോൾ എല്ലാവരോടും ആവശ്യപ്പെടുന്നത്.